ഞങ്ങൾ കുറച്ച് നാളുകൾ മുന്നേ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വിൻഡോസ് 11 റിലീസിനെ കുറിച്ച്. സോ വിൻഡോസ് 10 ശേഷം ഒരു വിൻഡോസ് 11 റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. സോ അന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ വിൻഡോസ് 11 എക്സ്പെക്റ്റഡ് ഫീച്ചേഴ്സ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ലുക്ക് എന്നുള്ളൊരു ഓവർവ്യൂ ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. സോ ഈ കുറച്ച് ദിവസങ്ങൾ മുന്നേ വിൻഡോസ് അവരുടെ വിൻഡോസ് 11 ലോഞ്ച് ചെയ്തു. ബട്ട് ഒഫീഷ്യലി ഒറിജിനൽ വേർഷൻ അല്ല, അതിൻ്റെ ബീറ്റ വേർഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് വേർഷനായിട്ട് വിൻഡോസ് 11 അവർ റിലീസ് ചെയ്തു. സോ ഇന്ന് ചുമ്മാ എന്താ പറയുക, എൻ്റെ വിൻഡോസിൻ്റെ അപ്ഡേറ്റ്സിലൂടെ ചെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് വിൻഡോസ് 11 ഒരു അപ്ഡേറ്റ് വന്ന് കിടക്കണം ഞാൻ കണ്ടു. നേരെ കയറി ഞാൻ അപ്ഡേറ്റ് ചെയ്തു. സോ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഫീച്ചർ കിട്ടി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 11 ബീറ്റ വേർഷനിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ചാനലിൽ വരാൻ, ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കയറി കാണാം. ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. സോ എല്ലാവർക്കും ടെക്കോണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഹോം ഇൻ്റർഫേസ് ആണ് വിൻഡോസ് 11. സോ മെയിനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നേരെ താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാം നമ്മൾ ടാസ്ക് ബാറിൽ അപ്ഡേറ്റ്, നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു അപ്ഡേറ്റ്, ഐക്കൺസ് എല്ലാം നേരെ ടാസ്ക് ബാർ ട്രേയിൽ നടുക്കോട്ടാക്കിയിട്ടുണ്ട്. സോ അപ്പാർട്ട് ഫ്രം നമ്മുടെ ബാക്കിയുള്ള ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ഐക്കൺസ് അല്ലാണ്ട് വന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിൻ്റെ ബട്ടൺ തന്നെ, നമ്മുടെ നേരത്തെ വേർഷനുകളിൽ ഉണ്ടായിരുന്ന വിൻഡോസ് ബട്ടൺ. അതായത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഹോം പേജിൽ നമ്മുടെ എല്ലാ ആപ്സും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർസും എല്ലാ കാര്യങ്ങളും ഫയൽസിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഓൾറെഡി ഇതിവിടെ കിടപ്പുണ്ടാവും. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബാക്കിയുള്ള ആപ്സും കാണാം. ഓൾ ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന എല്ലാ ആപ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ബാക്ക് പോവാം. പിന്നെ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ റീസെൻറ്റ് സെർച്ച് വെച്ചുള്ള റിസൾട്ട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. താഴെ നമ്മുടെ വിൻഡോസിൻ്റെ അക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ പവർ ബട്ടൺ, അതായത് റീസ്റ്റാർട്ട് ചെയ്യാനോ സ്ലീപ്പ് ആക്കാനോ ഷട്ട് ഡൗൺ ചെയ്യാനുള്ളത്. എനിക്കിപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നു, അതാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറയുന്നത്. സോ ഇതാണ് ഹോം ഇതിൽ ക്ലിക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്സ് നമുക്ക് എനേബിൾ ചെയ്തിടാം. മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്സ് നമുക്ക് എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇടാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയും. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് വെതർ ലൊക്കേഷൻ കാര്യങ്ങൾ, നമ്മുടെ മണി മാർക്കറ്റ്, അതിൻ്റെ വാല്യൂസ്, മൂല്യങ്ങൾ, കാര്യങ്ങൾ, പിന്നെ ടോപ്പ് എന്താ പറയുക ന്യൂസുകൾ, ട്രെൻഡിങ് ന്യൂസുകൾ ഏതൊക്കെയാണ്, നമ്മുടെ ബെസ്റ്റ് ലൈഫ്, CBC ന്യൂസ്, ഡെയിലി, അതിലെ ന്യൂയോർക്ക് ടൈംസ്, അതിലേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകളുടെ ഡീറ്റെയിൽസ് കാണിക്കും. സോ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫയൽ മാനേജർ തന്നെ, അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. പിന്നെ സോ ഇതൊക്കെയാണ് ഐക്കൺസ് പറയുന്നത്. പിന്നെ നമുക്ക് പോകാനുള്ളത് താഴോട്ട്, പിന്നെ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ ഹിഡൻ ഐക്കൺസ് നമുക്ക് കാണിക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ അപ്ഡേറ്റ് വന്നുള്ളത്. സോ ഇപ്പോൾ എനിക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ വിൻഡോസ് 11 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ .NET ഫ്രെയിം വർക്കിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വഴിയെ ചെയ്യാം. പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി, നമ്മുടെ ബാറ്ററി ലൈഫ്, നമ്മുടെ എന്താ പറയുക വോളിയം കൺട്രോൾ, അതൊക്കെ എല്ലാം കൂടി ഒറ്റ ഒരു ഇതിൻ്റെ അകത്താണ് കൊടുത്തേക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു ട്രേ ആണ് വരുന്നത്. വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്, എനിക്കത് ഫീൽ ചെയ്ത് കണ്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ, നമ്മുടെ ഫോണുകളിൽ കാണിക്കുന്ന ആ ഒരു അപ്ഡേറ്റ്, ഒരു ടച്ച് സ്ക്രീൻ ആയിരുന്നെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് വർക്ക് ചെയ്യാവുന്ന ഒരു ഇൻ്റർഫേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കളർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മാറ്റിയതാണ് കേട്ടോ. ഞാൻ കളർ തീം ബ്ലൂ ആണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്, ഞാൻ റെഡ് കളർ ആക്കിയതാണ്. സോ ഈ നമ്മൾ വൈഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വൈഫൈ എനേബിൾഡ് ആവും, അവൈലബിൾ ആയിട്ടുള്ള എല്ലാം കാണിക്കും. സോ ഈ സൈഡിലേക്കുള്ള ആരംഭം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വൈഫൈ നെറ്റ്വർക്കുകളും നമുക്ക് കാണിക്കും. നമുക്ക് ഇതിലേക്ക് വെച്ച് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എയർപ്ലെയിൻ മോഡ്, ബാറ്ററി സേവർ, പിന്നെ നമുക്ക് ഫോക്കസ് അസിസ്റ്റന്റ്, അതായത് നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അത് പ്രയോറിറ്റി വെച്ച് നമുക്ക് തിരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം കാണിച്ചാൽ മതി, അങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ബട്ടണാണത്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക്, ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈമും കാണിക്കും, ഡേറ്റ് കാണിക്കും. ഡേറ്റ് ജസ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണമെന്ന് പറയുന്നത് എന്താ പറയുക, മന്ത്, ഡേറ്റ്, ഇയർ ഫോർമാറ്റിലാണ്, അല്ലെങ്കിൽ മന്ത്, ഡേ, ഇയർ ഫോർമാറ്റിലാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരുന്നത് രണ്ട് ടാബുകളാണ്. അതായത് ഒന്ന് നമ്മുടെ കലണ്ടർ ഓപ്പണായി വരും ശരിക്കും, പിന്നെ അതിനുശേഷം നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം വിൻഡോസ് 10 എന്ന് വെച്ചാൽ ഇവിടെ വേറൊരു ബട്ടൺ കൂടി ഉണ്ടായി, നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് എനേബിൾ ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കലണ്ടർ കാണിക്കും. നോട്ടിഫിക്കേഷൻ വല്ലതും വരാണെങ്കിൽ മുകളിൽ ട്രേ വരും, അവിടെ ആയിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ കാണിക്കാന്നുള്ളത്. സോ അത്രയൊക്കെ അവിടെ പറയുള്ളൂ. പിന്നെ ഏറ്റവും സൈഡിലേക്ക് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ പോലെ തന്നെ ഷോ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഈ നേരെ നമ്മുടെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം, ദിസ് PC ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം അവിടുത്തെ ലുക്ക് എന്താണ്. സോ ടോട്ടലി അവർ ലുക്ക് മാറ്റിയിട്ട് ഒരു ഡാർക്ക് തീമിൽ ഐക്കൺസിൻ്റെ ലുക്കേ മാറ്റി കുറേ കൂടി കളർഫുൾ ആക്കി. അത് ഒരു സിംഗിൾ ടോൺ കളറിൽ നിന്ന് മൾട്ടി കളറിലേക്ക് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറേ കൂടി ചേഞ്ച് ചെയ്തു, ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ. സോ ഇവിടെ നമുക്ക് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് ഗ്രേഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നത്. കട്ട്, കോപ്പി, പേസ്റ്റ്, അങ്ങനത്തെ റീനെയിം, അങ്ങനത്തെ ഷെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ സോർട്ട് ചെയ്യാനുള്ള, അതായത് നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഒക്കെ തന്നെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ വ്യൂ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഐക്കൺ, സ്മോൾ ഐക്കൺ, ലിസ്റ്റ് ഡീറ്റെയിൽസ്, ഏത് രീതിയിൽ നമുക്ക് സോർട്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ കാണിക്കാനുള്ള ഒരു ഇതാണ് ഇവിടെ കിടക്കുന്നത്. 3 ഡോട്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യാൻ, ഇൻവേർട്ട് സെലക്ഷൻ, അങ്ങനെ കാര്യങ്ങൾ. ഇനി ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പണ്ടത്തെ ഒരു
എന്താ പറയുക ഫോൾഡർ ഓപ്ഷൻസിനെ നമുക്ക് ഡബിൾ ക്ലിക്ക് ആക്കാനോ സിംഗിൾ ക്ലിക്ക് ആക്കാനോ ഹൈഡ് ചെയ്തിടാനോ അൺഹൈഡ് ചെയ്തിടാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അത്രയും കാര്യങ്ങൾ. പിന്നെ ഇതെല്ലാം പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ലോക്കൽ ഡിസ്കുകളുടെ എല്ലാത്തിനും ലുക്ക് കുറേ മാറ്റി. എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിൻഡോസ് 11 അപ്ഡേറ്റ്, അതായത് ബീറ്റ വേർഷൻ്റെ അപ്ഡേറ്റ് ഞാൻ ഫയലായിട്ടൊന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതല്ല. എനിക്ക് വിൻഡോസിൻ്റെ അപ്ഡേറ്റിൽ ഇൻബിൽട്ട് വിൻഡോസിൻ്റെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സിൽ വന്നതാണ് വിൻഡോസ് 11. അതുകൊണ്ടൊരു കാര്യം പറയാനുള്ളത് വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ലോക്കൽ ഡിസ്കുകളിലോ അല്ലെങ്കിൽ സി ഡ്രൈവിലോ ഫയൽസ് ഒരിക്കലും നഷ്ടമാവില്ല. അതൊന്നും റീപ്ലേസ്ഡ് ആവില്ല. നമ്മൾ ഫോർമാറ്റ് ചെയ്യണ പോലെ അല്ല ശരിക്കും. ജസ്റ്റ് ഒരു ആ വിൻഡോസിൻ്റെ വേർഷൻ നമ്മുടെ ഫോണിൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ വേർഷൻ അപ്ഡേറ്റ് ചെയ്യില്ല, ആ സെയിം തിങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഫയൽസ് ഒന്നും നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലുക്കേ മാറ്റിയിട്ടുണ്ട്. വ്യൂ റീഫ്രഷ് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് ഉണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുള്ളത്. വേറെ ഒന്നുമില്ല, നമ്മുടെ കൺവെൻഷനിൽ നമ്മുടെ പഴയ ലുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഷിഫ്റ്റ് F10 ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ അതുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആ ഒരു ഓപ്ഷനുകളെല്ലാം ഇവിടെ കാണിക്കും. അതുപോലെ തന്നെയാണ് ദിസ് പി സിയുടെ അകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ ദിസ് പി സി നമ്മൾ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കുറച്ച് ഓപ്ഷൻസേ കാണിക്കുള്ളൂ. പക്ഷേ ഷോ മോർ ഓപ്ഷൻ കാണിച്ച് കഴിഞ്ഞാൽ പഴയ ഓപ്ഷൻസ് എല്ലാം കാണിക്കും. ഇപ്പോൾ നമ്മൾ ഏതൊരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുകയാണ്, ഏതൊരു ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് ഇതുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക നമ്മുടെ കുറച്ചുള്ള ഓപ്ഷൻസേ കാണിക്കുള്ളൂ. അതായത് കംപ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രോപ്പർട്ടീസ് കാണിക്കുള്ളൂ. ഷോ മോർ ഓപ്ഷൻസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു ലുക്കിലേക്ക് നമുക്ക് മാറും. സോ പഴയ വിൻഡോസ് 10ൻ്റെ ആ ഒരു ലുക്കും വിൻഡോസ് 11ൻ്റെ ലുക്കും കൂടി കംപ്രൈസ് ചെയ്താണ് വിൻഡോസ് 11 ബീറ്റ വേർഷൻ ഇത് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയേക്കുന്നത്. സോ അതൊക്കെയാണ് ബാക്കി ആ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. സോ ട്രെയും കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. സെറ്റിംഗ്സ് ബാറിലേക്ക് പോകാൻ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണ്. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നു വിൻഡോസ് 10 എനിക്ക് സെറ്റിംഗ്സ് ഇതിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ ലുക്കും അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഭയങ്കര ലാഗ് ഫീൽ ചെയ്തായിരുന്നു അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഓരോ സെറ്റിംഗ്സ് വെക്കാൻ. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഒരു പടം നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാം. അത് ഡെസ്ക്ടോപ്പിൽ നിന്ന് കിടക്കുന്ന ഈ സാധനം നമുക്ക് റീനെയിം ചെയ്യാം. ഞാനിപ്പോൾ ടെക് കോർണർ എന്നാക്കാണ്. സോ അത് റീസ്റ്റാർട്ട് ചെയ്താലേ പേര് ചേഞ്ച് ചെയ്യുള്ളൂ എന്നുള്ളത്. സോ നമുക്ക് തൽക്കാലം റീസ്റ്റാർട്ട് ലേറ്റർ കൊടുക്കാം. സോ ചേഞ്ച് ചെയ്യും. പിന്നെയുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ, സൗണ്ട്, നോട്ടിഫിക്കേഷൻസ്, ഫോക്കസസ്, പവർ ആൻഡ് ബാറ്ററി, ഇതെല്ലാ സെറ്റിംഗ്സും നമ്മൾ ഒറ്റ ഒരു വിൻഡോ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ഇതിലേക്ക് റീഡയറക്റ്റ് ആവും. റീഡയറക്റ്റ് നമുക്കൊരു HDR മോഡ് എന്നുള്ളൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വിൻഡോസ് എന്ന് പറയുന്നത്. സോ എൻ്റെ പക്ഷേ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ HDR മോഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ എനിക്ക് കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ അതൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം ഒറ്റ നമുക്ക് പേജിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓരോരോ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കുറേ കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം വിൻഡോസ് 11 അപ്ഡേറ്റ്. സോ ദാറ്റ്സ് ഓൾ. അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഡിസ്പ്ലേ സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു പ്രത്യേക ലുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറയുന്നത്. നല്ലൊരു രീതിയിലുള്ള അപ്ഡേറ്റ് തന്നെയാണ്. ഇത് ബീറ്റ വേർഷനാണ്, ഒറിജിനൽ വേർഷൻ, അതായത് ഒറിജിനൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ വേർഷൻ അല്ല കമ്പനി റിലീസ് ചെയ്തേക്കണം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് റിലീസ് ചെയ്തേക്കുന്നത് ബീറ്റ വേർഷനാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ടെസ്റ്റ് ഫേസ്. ആ ടെസ്റ്റിൽ ഓക്കെയാണ്, ആസ് ഓഫ് നൗ ഓക്കെയാണ്. വേറെ ബഗ്ഗും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാ സോഫ്റ്റ്വെയർസും ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം വർക്ക് ചെയ്ത് നോക്കി. ബഗ് കാര്യങ്ങളില്ല, ക്രാഷ് ആവുന്നില്ല സിസ്റ്റം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു എന്ന് വെച്ചാൽ ഈ ഇതിൽ പറയാനുള്ളത് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു കുറച്ചും കൂടി ഒരു നല്ലൊരു ഫ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് എന്താ പറയുക നമ്മുടെ വോളിയം നമ്മുടെ സൗണ്ട് ടോൺ വിൻഡോസിൽ ഇത്രയും ആളുകൾക്ക് ശേഷം വിൻഡോസ് അവരുടെ ടോൺ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ കേൾക്കുമെന്നറിയില്ല കേട്ടോ. ആ ഒരു ടോണൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. വിൻഡോസിലേക്ക് ലോഗിൻ ചെയ്ത് വരുമ്പോഴും ആ ഒരു സെയിം ടോണാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി ഉള്ള വേറെ ഡിഫറെൻറ്റ് ടോണാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് ബാസും നല്ല ടോണൊക്കെ കയറ്റി നല്ല രസമുണ്ട്. സോ അതൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുണ്ട്. സോ ഇത്രയൊക്കെയാണ് വിൻഡോസ് 11 ബീറ്റ വേർഷൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് എനിക്ക് ലുക്ക് വൈസിലുള്ള അപ്ഡേറ്റ്സ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അനൂപും വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ലെറ്റ്സ് ഫൈറ്റ് കോവിഡ്.